അങ്ങനെയൊക്കെ എത്താം. പക്ഷേ സുരേഷ് കുമാർ ഇവിടെ ഇവിടെ സത്യവാങ്മൂലം മാത്രമല്ല, മന്ത്രി വി എൻ വാസവൻ പറഞ്ഞായിരുന്നു എന്താണ് ഇത് സർക്കാരിന്റെ ദേവസ്വം ബോണ്ടിനെയും ഒരു പൈസ എടുക്കില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ അന്ന് പറഞ്ഞതാ. അപ്പോൾ ഇന്ന് വാസവനോട് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ദേവസ്വം ബോണ്ട് കാര്യമാണ്, അതിൽ 5 പൈസ വരവിൽ സർക്കാരിനൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുമോ കാര്യം? ശ്രീ സുരേഷ് കുമാർ. നോക്കൂ, ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറയാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം, ഈ നമുക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഉണ്ട് എങ്കിലും ഇവിടെ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഹാഷ്മി മിടുക്കനല്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാനത് സത്യസന്ധമായി ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതെന്തെങ്കിലും സോപ്പിടലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആയി കാണേണ്ടതില്ല. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് CPM-നെയും ഇടതുപക്ഷത്തെയും ഈ സർക്കാരിനെയും ഒക്കെയാണ് എന്ന് നന്നായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷേ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഡിഫൻസ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഡിഫൻസ് ദുർബലമായി പോയോ അല്ലെങ്കിൽ ബലമുള്ള ഡിഫൻസ് ആണോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടത് ശ്രീ അനൂപ്. അങ്ങനെ വിലയിരുത്തുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട അനൂപിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായി മറുപടി പറഞ്ഞു പോകാൻ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ എന്നോട് CPM-ഉം ഇടതുപക്ഷവും സർക്കാരും ഡിഫൻസിലാകുന്ന വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. താങ്കൾ എന്താണ് ചെയ്യുന്നത്? അത് പാടെ ഒഴിവാക്കിയിട്ട് CPM-നെതിരായി അല്ലെങ്കിൽ സർക്കാരിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി കുറേ ഉണ്ടയില്ല വെടി പൊട്ടിച്ച് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പ്രസക്തമായ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരു പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈ അടുത്ത കാലത്ത് വന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഈ മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രളയബാധിതരായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞു പോലും എന്നിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. ആ പൈസ പോലും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ പാവപ്പെട്ട ഒരാൾ, ഇപ്പോൾ ഹാഷ്മിക്കും ഇവിടെ ഇരിക്കുന്ന BJP പ്രതിനിധിക്കും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ അനൂപിനും അറിയാം, ഒരു പാവപ്പെട്ട ആൾ അവിടെ ഒരു തട്ടുകട നടത്തുന്നുണ്ട്. ആ തട്ടുകടയിൽ നിന്ന് ഒരു ദിവസം മുഴുവനും ചായ കുടിച്ച് അവിടുത്തെ ബോണ്ടയിൽ തിന്നിട്ട് അവിടെ നിന്ന് അണ്ണൻ കാശ് തരുമെന്ന് പറഞ്ഞു പറ്റിച്ചു പോയ ആളുകളെ പ്രതിനിധീകരിച്ചാണ് ശ്രീ അനൂപിനെ പോലുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അനൂപിനെ വ്യക്തിപരമായി പറഞ്ഞതല്ല, അവരെ പ്രതിനിധീകരിച്ചാണ് താങ്കളെ പോലുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നതുകൂടെ ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ചർച്ചയിൽ. സുരേഷ് കുമാർ, അണ്ണൻ ചായ തരുന്നു അവർ പോയെങ്കിൽ അതിനകത്ത് അങ്ങ് പറഞ്ഞ ആ സ്ഥലത്തിന് തൊട്ടകത്ത് ചീഫ് സെക്രട്ടറിയും 40-ൽ താഴെ വകുപ്പ് സെക്രട്ടറിമാരുടെ 3 മാസം കൊണ്ട് കുടിച്ച ചായയുടെ പൈസ 6 ലക്ഷത്തിൽ കൂടുതലാട്ടോ. അതുകൊണ്ട് കൂട്ടത്തിൽ ചായ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അല്ലല്ല, അതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വരട്ടെ, അതെന്താ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. ഇത് ഒരു പാവപ്പെട്ട തട്ടുകടക്കാരനെ പറ്റിച്ചതാണ്. ഓമനക്കുട്ടനെ പോലെ ഞാനൊന്ന് പറയട്ടെ, ഓമനക്കുട്ടനെ പോലെ ഇപ്പോൾ ആലപ്പുഴയിൽ പ്രളയ ദുരന്ത ബാധിതർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഓട്ടോ കൂലിക്ക് വേണ്ടി പണം പിരിച്ച ഓമനക്കുട്ടൻ്റെ വാർത്ത ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അന്ന് വളരെ ഹൈലൈറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു തട്ടുകടക്കാരൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അടിച്ചു കൊടുത്ത ചായക്ക് പൈസ കൊടുക്കാതെ കുടിച്ചിട്ട് അണ്ണൻ തരുമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയത് നമ്മുടെ ഈ സമൂഹത്തിലാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നാണ് ചെയ്തത്. അതിന് അവസാനം സംഭവിച്ചതെന്നാണെന്ന് അറിയുമോ? അവിടുത്തെ DYFIയുടെ പ്രവർത്തകർ ബക്കറ്റ് കളക്ഷൻ നടത്തി അദ്ദേഹത്തിനുണ്ടായ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്തു. ഞാനതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇതാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പശ്ചാത്തലവും അവർ പിന്തുടരുന്ന രീതിയും എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. നല്ല കാര്യം സുരേഷ് കുമാർ, ആ ചായക്കടക്കാരൻ്റെ പൈസ DYFI ബക്കറ്റ് ബില്ലിൽ കൊടുത്തു. നല്ല കാര്യം. എനിക്ക് അറിയാവുന്ന ചേട്ടനാണ്. ഞാൻ അവിടെ പോയി സ്ഥിരം ചായ കുടിക്കുന്ന, നമ്മുടെ പന്ത്യൻ രവീന്ദ്രനെ കൊന്ന് ചായ കുടിക്കുന്ന കടയാണ്. ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന കടയുമാണ്. പോട്ടെ, ഇവിടെ പക്ഷേ ശബരിമലയിൽ നഷ്ടപ്പെട്ട വിശ്വാസികളുടെ പണത്തിനെ പറ്റി ഇവിടെ പറ. അപ്പൊ അതിലൂടെ DYFI ബക്കറ്റുമായിട്ട് ഇറങ്ങി ദേവസ്വം ബോർഡ് തിരിച്ചടക്കാൻ പറ്റുമോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 50%-ലധികം തുക സ്പോൺസർഷിപ്പ് ഇനത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ചെലവുകളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം, എന്തൊക്കെയാണ് അതിന് ചിലവായത്, ആ ചെലവിനകത്ത് എന്തെങ്കിലും തരത്തിൽ തിരിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വസ്തുനിഷ്ഠമായ പരിശോധന. എത്ര കോടി എന്നാണ് അറിയാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒറ്റ ദിവസം 100-600 പേര് പങ്കെടുത്ത ഒരു പന്തലും കെട്ടി കുറെ കസേര ഇട്ട് കുറച്ച് പഴയടത്തിന്റെ ഭക്ഷണം കൊടുത്ത ഒരു പരിപാടിക്ക് 8 കോടി എങ്ങനെയാണ് വരിക? ഇനിയിപ്പോൾ 8 കോടിയാണ് കണക്കെങ്കിൽ അതിൽ 3 കോടി 40 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല നഷ്ടമെന്നാ പറയുന്നത്. അങ്ങനെ ലഘൂകരിക്കരുത്. അങ്ങ് പറയും 8 കോടി അങ്ങയുടെ ബോധത്തിൽ എങ്ങനെയാണ് 8 കോടി വന്നിട്ടുണ്ടാവുക? ചെലവുകൾ അല്ലല്ല, അത് എത്ര കോടിയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വരവെത്ര ചിലവെത്ര, ആ ചിലവിൻ്റെ ഓരോ ഖണ്ഡികയും എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം വരട്ടെ. ഈ വരുന്ന 17-ാം തീയതി ദേവസ്വം ബോർഡിൻ്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിയുമ്പോൾ കുറെ കൂടെ ഈ വിഷയത്തിലെ ചിത്രം വ്യക്തമാകും. നമ്മൾ ഊഹാഭോഗങ്ങളുടെ ഇവിടെ 45 ദിവസത്തിനകം കണക്ക് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. മാസം 5ആയി. എന്തുകൊണ്ടാണ് കണക്കുണ്ടാവാത്തത്? അത്ര വലിയ ആന കണക്കാണോ ഈ 8 കോടി വരവും ചെലവും കണക്കാക്കുന്നത്?
ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ജയകുമാർ സാറ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 50%-അധികം തുക സ്പോൺസർഷിപ്പിലൂടെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ പന്തൽ കെട്ടുന്ന ആളിലായിരുന്നാലും ശരി, അവിടെ റൂം റെൻ്റ് ആയിരുന്നാലും ശരി, മറ്റു കാര്യങ്ങളായിരുന്നാലും ശരി, ഓൺ ഫണ്ടിൽ നിന്ന് നമ്മളിലുള്ള ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും, എന്നിട്ട് തിരിച്ച് സ്പോൺസർഷിപ്പ് റീഫണ്ട് ചെയ്യുകയാണ് സാധാരണ ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ചെയ്യാറുള്ള രീതി. സോ അത് തന്നെ ഇക്കാര്യത്തിലും പിന്തുടരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ കൊടുത്ത തുകയും ഇനി വരേണ്ടുന്ന തുകയും കൂടെ വെച്ച് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. മറുപടി പറയൂ. ശബരിമല പോലെ കേരളത്തിന്റെ പ്രസ്റ്റീജായ ഒരു ക്ഷേത്രത്തിൽ 8 കോടി അല്ലെങ്കിൽ പറഞ്ഞ സ്പോൺസർ ആൾക്കാർ തരാൻ തയ്യാറല്ലെങ്കിൽ അത് ഈ സർക്കാരിനോടും നടത്തിയവരോടുള്ള വിശ്വാസക്കുറവാണ് എന്ന PR ശിവശങ്കറിനോട് മറുപടി ശ്രീ സുരേഷ് കുമാർ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. PR ശിവശങ്കരനെ പോലുള്ള ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് പറയുന്നതിനൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല. അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ, 500-ൽ താഴെ ആളുകളാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്ന്. 4126 ആളുകൾ ഇന്ത്യയിലെ 16 സ്റ്റേറ്റുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പങ്കെടുത്ത ഈ അയ്യപ്പ സംഗമത്തിൻ്റെ മാറ്റ് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് കഴിയുമെങ്കിൽ PR ശിവശങ്കർ ഇവിടെ ഒന്ന് പറയുന്നതിനാണോ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും യുക്തി കാണേണ്ടതായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇതല്ല, ഇതിനപ്പുറവും ഒരു ഡിബേറ്റിനകത്ത് ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ വിജയിക്കുന്നതിന് വേണ്ടി എന്തു പച്ചക്കള്ളവും നിരത്താൻ തയ്യാറായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആദ്യം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു, എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി, ഏതെല്ലാം രൂപത്തിൽ ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിന് ശേഷം ആ ഇടപെടലിൽ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു, അതുകൂടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെയാണ്. അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ പറഞ്ഞ ശബരിമലയുടെ വികസനത്തിലേക്ക് വെച്ച ഒരു മൂന്ന് നടപടി ഒന്ന് പറയാമോ? അഡീഷണലായി വെച്ച ഒരു 3 നടപടി ശ്രീ സുരേഷ് കുമാർ. അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ നടപടികളും ഇപ്പം തന്നെ തുടക്കത്തിൽ ഈ സീസണിൽ, ഈ മണ്ഡലകാല സന്ദർഭത്തിൽ ആദ്യത്തെ 1-2 ദിവസം ഉണ്ടായ തിക്കും തിരക്കും അതിനെ സംബന്ധിച്ച് പോലും വിമർശന വിധേയമായി വലിയ വാർത്തകൾ അത്തരം മാസ്റ്റർ പ്ലാനിൽ ചർച്ചകളുണ്ടായി. മാസ്റ്റർ പ്ലാനിൽ ഉദ്ഘാടനത്തിന് ശേഷം കാണാൻ ചർച്ചകളുണ്ടായി. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ വികസനത്തിനായി പുതിയതായി ആരംഭിച്ച അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് ഒരു 3 പോയിന്റ് പറയാൻ കഴിയുമോ അങ്ങേക്ക്? കൃത്യമായി പറയാൻ കഴിയും ഹാഷ്മി, കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. അവിടെ ഞാൻ ഈ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന പുതുമയാർന്ന വികസന പ്രവർത്തനങ്ങൾ, ഞാൻ ഇതിനകത്ത് കുറിച്ച് വെച്ചിരുന്നതാണ്. പുതുമയാർന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ മുൻകൈയോട് എടുത്ത് നടപ്പിലാക്കി. നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. എന്റെ ചോദ്യം, ഈ 3.5 കോടി രൂപ നഷ്ടത്തിൽ 3.5 കോടി രൂപ ഭക്തന്റെ പോക്കറ്റിൽ നിന്ന് നഷ്ടമാക്കി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന് ശേഷം ഇപ്പൊ പുതുമയാർന്ന പ്രവർത്തനം നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ പ്ലാനൊക്കെ നേരത്തെ ഉള്ളതാണ്. അതിനുശേഷം നമ്മൾ കണ്ട എന്താ? അതിന് നമ്മൾ കണ്ടത് അവിടെ ഈ ഒരു തിക്കും തിരക്കിലും ആളുകൾ മരിച്ചു പോയേക്കോ എന്ന് ഭീതി, ജയകുമാർ വരെ ആശങ്കപ്പെട്ടു പോയ ആൾത്തിരക്ക് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വെള്ളമില്ലാതെ വലയുന്ന ഭക്തരെ കണ്ടു, ടോയ്ലറ്റ് ഇല്ലാതെ വലയുന്ന ഭക്തരെ കണ്ടു, പമ്പ അഴുകി ഒഴുകുന്നത് കാണുന്നു, ഇപ്പോഴും കാണുന്നു. എന്ത് നടപടി ഉണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല സുരേഷ് കുമാർ. അല്ല, കാണുന്നില്ല, അതൊക്കെ ചുമ്മാ ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ അവിടെ കൃത്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ മുൻകാലങ്ങളെ പോലെ വളരെ കുറച്ച് പരിമിതരായിട്ടുള്ള ഭക്തർ മാത്രമല്ല വരുന്നത്. ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് ഒരു പക്ഷേ അനൗദ്യോഗിക കണക്കുകൾ കൂടെ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ 1 ലക്ഷം പെർ ഡേ 1 ലക്ഷം കഴിയുകയാണ് ഭക്തരുടെ വരവെന്ന് പറയുന്നത്. അത് ആ അമ്പലത്തിൻ്റെ മഹത്വവും വിശ്വാസികൾക്ക് അതിനോടുള്ള താല്പര്യവുമാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് സർക്കാരും ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്. അത് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ പമ്പ മലിനമാണ്. ഇപ്പോഴും ആവശ്യം ടോയ്ലറ്റ് ഉണ്ടോ എന്ന് കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന 3 പോയിന്റ് പറയാം. മാസ്റ്റർ പ്ലാൻ ഇപ്പൊ നമ്മുടെ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാർ മുന്നോട്ട് വരും, ദേവസ്വം ബോർഡ് ചെയ്തു തുടങ്ങി 3 പോയിന്റ് പറയാം. ഹാഷ്മി, ഒരു മിനിറ്റ്. കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോലും പലപ്പോഴും സെലക്റ്റീവ് ആകുന്നുണ്ട്. ഇന്നലെ കോടതി വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ ആ ചോദ്യം? അത് കൊടിമരത്തിലെ സ്വർണം പോലും കട്ടവരല്ലേ നിങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാ കട്ടത്? ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല, ശിവശങ്കർ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അതിനകത്ത് സംഭവിച്ചത്? ഒരു ഫിനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആ ദേവസ്വം ചീഫ് എഞ്ചിനീയർ സബ്മിറ്റ് ചെയ്ത എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 3,20,00,000 സംതിങ് ആണ്. ആ തുക ആ ഒരു കമ്പനി തന്നെ അടച്ചു. ഈ സെലിബ്രിറ്റീസിന്റെ വാങ്ങിയ സ്വർണം, പണം. സുരേഷ് കുമാർ, കൊടിമരത്തിലേക്ക് കയറാം. അതിനു മുമ്പ് അയ്യപ്പ സംഗമത്തിന് ശേഷം അവിടെ നടപ്പാക്കിയ ഒരു നടപടി പറയാമോ? 3 പോട്ടെ, ഒറ്റ നടപടി.
ഉറപ്പായിട്ട് ഞാൻ എൻ്റെ അടുത്ത ഭാഗം വരുമ്പോൾ ഒരു നടപടിയല്ല 5 നടപടി ഞാൻ പറയാം. 5 നടപടി ഞാൻ ഇപ്പൊ പറയാം. പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? 5 ഒന്നുമില്ല, നടപടി ഞാൻ അതുകൊണ്ടാണ്. പറയാം. അത് കുടിവെള്ളത്തിന്റെ അങ്ങനെ തെരയണം. അല്ല അങ്ങയുടെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു നടപടിയില്ല. ശരി, സുരേഷ് കുമാർ, താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ അയ്യപ്പ സംഘം നല്ല കാര്യോട് പറയണമെന്ന്. നല്ല കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അയ്യപ്പ സംഗമത്തിന് ശേഷം ശബരിമലയുടെ ഉന്നതിക്കായി ഉദ്ധാരണത്തിനായി ഇപ്പൊ ഇത് ഒരു നടപടി ചോദിച്ചാൽ അങ്ങേക്ക് പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.